അമ്മത്രേസ്യായിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, അമ്മത്രേസ്യായുടെ തിരുനാളിന് ഒരുക്കമായിട്ടുള്ള നവനാളിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. ഇന്നേ ദിവസം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നത് അമ്മത്രേസ്യയെ പറ്റിയുള്ള 3 രൂപങ്ങളാണ്, അല്ലെങ്കിൽ അമ്മത്രേസ്യായുടെ 3 രൂപങ്ങളാണ്. ഏതൊരു വിശുദ്ധനെയും വിശുദ്ധിയെപ്പറ്റി ചിന്തിക്കുമ്പോൾ നമ്മുടെ മനോമുഖരത്തിലേക്ക് ഓടിയെത്തുന്നത് ചില പ്രത്യേക സവിശേഷതകളാണ്. ഉദാഹരണമായി പത്രോസ്ലീഹായെപ്പറ്റി നമ്മൾ ചിന്തിക്കുമ്പോൾ സ്വർഗത്തിൻ്റെ താക്കോലുമായി നിൽക്കുന്ന ഒരു വിശുദ്ധനായിട്ടും, പൗലോസ്ലീഹായെ വാളുമായി നിൽക്കുന്ന തീക്ഷ്ണമതിയായൊരു വിശുദ്ധനായിട്ടും, തോമാസ്ലീഹ കുന്തം കയ്യിൽ പിടിച്ച് കുന്തത്താൽ മരിക്കപ്പെട്ട ഒരു വിശുദ്ധനായിട്ടും നമ്മൾ കണക്ക് കൂട്ടുന്നു. അതുപോലെ തന്നെ അമ്മത്രേസ്യായെയും കലാകാരന്മാർ, ശില്പികൾ വിവിധ കാഴ്ചപ്പാടുകളിലൂടെയാണ് കാണുന്നത്. അങ്ങനെ അവളുടെ ആധ്യാത്മികതയെപ്പറ്റി വ്യക്തമായിട്ടുള്ള ഒരു ഉൾക്കാഴ്ച നമുക്ക് ലഭിക്കുന്നു. പ്രത്യേകമായിട്ട് 3 രൂപങ്ങളെ പറ്റിയാണ് നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവയ്ക്കുന്നത്. അപ്പോൾ ഈ 3 വ്യത്യസ്ത രൂപങ്ങളുടെ മുമ്പിൽ വ്യക്തിപരമായിട്ട് പ്രാർത്ഥിക്കുന്നതിനും അവ കാണുന്നതിനും ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. ഒന്നാമതായിട്ട് വിശുദ്ധയെ കാണുന്നത് ഒരു മിസ്റ്റിക്കൽ വിശുദ്ധയായിട്ടാണ്. അതായത് ആ ദൈവ അനുഭവത്തിൻ്റെ വ്യക്തിയായിട്ട്. അമ്മത്രേസ്യായുടെ സ്വയംകൃതചരിതം 29-ാം അധ്യായത്തിൽ അമ്മത്രേസ്യ ഇപ്രകാരം വിവരിക്കുന്നുണ്ട്: ഒരു മാലാഹ ഒരു സ്വർണ്ണ കുന്തം കൊണ്ട് എൻ്റെ ഹൃദയത്തിൽ കുത്തിക്കിടത്തി. അത് ഭയങ്കര വേദന നൽകുന്ന ഒന്നായിരുന്നു. എന്നാൽ ആ വേദനയുടെ മാധുര്യം അഗാധമായിരുന്നതിനാൽ അതിൽ നിന്ന് മോചിതയാകുന്നതിന് വേണ്ടി ഞാൻ ആഗ്രഹിച്ചില്ല. ആത്മാവിൻ്റെയും ദൈവത്തിൻ്റെയും സ്നേഹാശ്ലേഷണം. ഇതിനെ ആസ്പദമാക്കിക്കൊണ്ട് ഒരു ഇറ്റാലിയൻ ശില്പിയായിട്ടുള്ള ലോറൻസ് ബെർണീനി എന്ന് പറയുന്ന ആ ശില്പി 1647 അമ്മത്രേസ്യായുടെ ഹൃദയഭേദകത്തിൻ്റെ ഒരു ശില്പം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇറ്റലിയിലെ പീസായ്ക്ക് അടുത്തുള്ള കരാരയിലെ വെളുത്ത മാർബിൾ കൊണ്ട് നിർമ്മിച്ചതാണ് ഈ ശില്പം. ബറോക്ക് കലയുടെ തന്നെ സമുന്നതമായിട്ടുള്ള ക്ലാസിക്കൽ രൂപമായിട്ട് ഇത് അറിയപ്പെടുന്നു. ബറോക്ക് എന്നത് ഗോഥിക് പോലെ തന്നെയുള്ള ഇറ്റാലിയൻ വാസ്തുവിദ്യയാണ്. അതിനെ ബെർണീനിയുടെ ഏറ്റവും മനോഹരമായിട്ടുള്ള ശില്പമായിട്ട് കണക്ക് കൂട്ടുന്നു. റോമിൽ കർമ്മലീത്താക്കാരുടെ വിജയമാതാവിൻ്റെ കപ്പേളയിലാണ് ഈ രൂപം കാണുന്നത്. ബറോക്ക് കലയുടെയും തെരേസ്യൻ ആധ്യാത്മികതയുടെയും വ്യാഖ്യാനത്തിന് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ രൂപം. ഇവിടെ വ്യക്തമാകുന്നത് തെരേസയിലുള്ള ദൈവത്തിൻ്റെ നിഗൂഢ അനുഭവത്തിൻ്റെ ആഴങ്ങളിലേക്കാണ്. എന്നാൽ തെരേസ തന്നെ പറയുന്നുണ്ട്, അത് മറ്റൊന്നുമല്ല, ആത്മീയ വിവാഹത്തിൻ്റെയും ത്രിത്വേക ദർശനങ്ങളുടെയും കൃപ ഇതിലും വലുതാണ് എന്ന്. രണ്ടാമതായിട്ട് വിശുദ്ധിയെ കാണുവാൻ ആഗ്രഹിക്കുന്നത് ഒരു വിശുദ്ധ എഴുത്തുകാരി എന്ന നിലയിലാണ്. നമുക്കെല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള ഒന്നാണ്. 1754 വത്തിക്കാനിൽ വിശുദ്ധ അമ്മത്രേസ്യ വത്തിക്കാൻ ബസിലിക്കായിൽ അമ്മത്രേസ്യായുടെ ഒരു രൂപം സ്ഥാപിച്ചിട്ടുണ്ട്. ഫിലിപ്പ് ഡെലെ വാലെ എന്ന് പറയുന്ന ആ ശില്പിയാണ് ആ രൂപം നിർമ്മിച്ചിരിക്കുന്നത്. കയ്യിൽ ഒരു പേനയും തുറന്ന പുസ്തകവുമായി അമ്മത്രേസ്യ പ്രത്യക്ഷപ്പെടുന്നു. അതിൻ്റെ അടിയിൽ ലത്തീൻ ഭാഷയിൽ ഒരു ലിഖിതമുണ്ട്: സ്പിരിറ്റ് മാത്തർ, ആത്മീയ മാതാവേ എന്നുള്ളതാണ് അതിനർത്ഥം. നിഷ്പാദക കർമ്മലീത്ത സഭയുടെ ആത്മീയ മാതാവായിട്ട് ഈ ശീർഷകം സൂചിപ്പിക്കുന്നു. അപ്പോൾ അതുപോലെ തന്നെ അമ്മത്രേസ്യായെ
ഇരുന്നും നിന്നും കയ്യിൽ പുസ്തകവും പേനയുമായി നിൽക്കുന്ന പല ചിത്രങ്ങളും നമ്മൾ കാണാറുണ്ട്. പരിശുദ്ധാത്മാവിനാൽ പ്രചോദിപ്പിക്കപ്പെട്ടവളായിട്ട് പരിശുദ്ധാത്മാവിനെ കൊണ്ട് അലങ്കരിച്ച ചിത്രവും നമ്മുടെ മനോമുഖരത്തിൽ ഓടിയെത്താറുണ്ട്. അമ്മ ത്രേസ്യയായി വിശുദ്ധയും വാഴ്ത്തപ്പെട്ടവളുമായി ഉയർത്തിയതിന് ശേഷം സഭ സ്വർഗീയവും കരിസ്മാറ്റിക്കും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞവളുമായിട്ട് അവളെ കാണുന്നു. മൂന്നാമതായിട്ട് അമ്മ ത്രേസ്യ ഒരു തീർത്ഥാടക വിശുദ്ധ, സന്യാസിനി, സഭാസ്ഥാപക എന്ന നിലയിലാണ് അറിയപ്പെടുന്നത്. ആവിലായിലെ ഇൻകാർണേഷൻ മഠത്തിൽ അവൾ ആദ്യമായി ചേർന്ന മഠത്തിൻ്റെ ചുവരുകൾക്ക് മുന്നിലായിട്ട് ഒരു വെങ്കല പ്രതിമ സ്ഥാപിച്ചിട്ടുണ്ട്. സ്പെയിൻകാരനായ കുരിശിൻ്റെ സോളസ് എന്ന് പറയുന്ന ശില്പിയാണ് ആ വെങ്കല പ്രതിമ നിർമ്മിച്ചത്. കയ്യിലൊരു വടിയും പുറകിൽ ഒരു സഞ്ചിയുമായി നിൽക്കുന്ന സഞ്ചാരിയായിട്ടുള്ളൊരു വ്യക്തി, സഭാസേവനത്തെ സൂചിപ്പിക്കുന്ന ഒരു പ്രതിമ. അപ്പോൾ അപ്പോസ്തോലിക പ്രവർത്തനത്തിൻ്റെയും സഭാസേവനത്തിൻ്റെയും ഉത്തമ മാതൃകയായിട്ടാണ് അമ്മ ത്രേസ്യ നിലകൊള്ളുന്നത്. എന്നാൽ ഈ യാഥാർത്ഥ്യങ്ങൾക്ക് അപ്പുറത്തായിട്ട് ക്രിസ്തീയ മിസ്റ്റിസത്തിൻ്റെയും ദൈവായ്ക്യ അനുഭവത്തിൻ്റെയും ആഴങ്ങളിലേക്ക് അമ്മ ത്രേസ്യ നമ്മൾ കൊണ്ടുപോകുന്നത് കൊണ്ട് അപ്പോസ്തോല പ്രവർത്തനങ്ങളുടെ മാതൃകയായിട്ടാണ് അമ്മ ത്രേസ്യ ഇവിടെ കാണപ്പെടുന്നത്. പിന്നെയും അമ്മ ത്രേസ്യയുടെ ഈ 3 രൂപങ്ങളെപ്പറ്റി ചരിത്രത്തിന് അതിൻ്റേതായിട്ടുള്ള അഭിപ്രായങ്ങളും അതുപോലെ തന്നെ മുൻഗണനകളുമുണ്ട്. അത് മറ്റൊന്നുമല്ല, അമ്മ ത്രേസ്യയുടെ വ്യക്തിത്വ വിവരണത്തിൽ വെർണീനി അപ്പോൾ ആ മൗതിക മിസ്റ്റിസിസത്തെ പറ്റിയും അതുപോലെ തന്നെ ഫിലിപ്പ് ദെ ലേവാലെ മൗതിക അനുഭവത്തിൽ നിന്ന് പ്രചോദിതയായ അമ്മ ത്രേസ്യയുടെ ആധ്യാത്മിക സിദ്ധാന്തം, സഭയ്ക്കുള്ള അവളുടെ സാക്ഷ്യവും അതുപോലെ തന്നെ ഉപദേശവുമാണ്. മൂന്നാമതായി കുരിശിൻ്റെ സോളസിൻ്റെ ആ രൂപത്തിൽ ജീവിതാനുഭവത്തിൽ നിന്ന് ഉരുത്തിരിയുന്ന ആ അപ്പസ്തോലിക സഭാസേവനത്തെ സൂചിപ്പിക്കുന്നു. സ്നേഹമുള്ളവരെ, ഈ 3 രൂപങ്ങൾ തമ്മിൽ വ്യക്തമായിട്ടുള്ള ഐക്യവും സാക്ഷ്യവുമുണ്ട്. അത് മറ്റൊന്നുമല്ല, ആ ഒരു അപ്പസ്തോലിക ആധ്യാത്മികത അല്ലെങ്കിൽ അപ്പസ്തോലിക മിസ്റ്റിസിസം. വാസ്തവത്തിൽ തെരേസ പ്രാർത്ഥനയുടെ അപ്പസ്തോലികവും അതുപോലെ തന്നെ പ്രാർത്ഥനയുടെ ആ പ്രവർത്തനത്തിൻ്റെ അപ്പോസ്തോലികതയും നമുക്ക് വിളിച്ചു പറയുന്നു. അതുപോലെ തന്നെ ആ പ്രാർത്ഥനാ പ്രവർത്തനത്തിൻ്റെ വിശുദ്ധീകരണത്തെ മൂല്യത്തെയും എടുത്തു കാട്ടുന്നു. തൽഫലമായിട്ട് അമ്മയുടെ തിരുനാളിന് ഒരുങ്ങുന്ന അവസരത്തിൽ അമ്മയെപ്പോലെ പ്രാർത്ഥനയുടെ അപ്പോസ്തോലികവും അപ്പോസ്തോലിക പ്രവർത്തനത്തിൻ്റെ വിശുദ്ധീകരണ മൂല്യത്തെയും നമുക്കും ഉയർത്തിപ്പിടിക്കാം. അതിനുള്ള ആ വലിയ കൃപ വിശുദ്ധയുടെ മാധ്യസ്ഥം വഴിയായിട്ട് നല്ല തമ്പുരാൻ നമുക്ക് ഓരോരുത്തർക്കും നൽകട്ടെ.